വീഡിയോ തുടങ്ങുന്നത് തന്നെ വളരെ അടിപൊളിയായിട്ടാണ്. എൻ്റെ മുടി കണ്ടിട്ട് ഇറ്റ്സ് ആക്ച്വലി ഞാൻ ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ലൈക്ക് ഹെയർ കളർ ചെയ്ത് ആ ചേട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് ഞാൻ ഉദ്ദേശിച്ച കളർ തന്നെയാണ് ചെയ്തത്. എന്താ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചേരുന്നില്ല. ആക്ച്വലി 2 കൊല്ലം മുന്നേ എനിക്ക് ചെയ്തായിരുന്നു. ബട്ട് അന്ന് എനിക്ക് ജോ ലൈൻ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ചബ്ബിയായി. എനിക്കതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഞാൻ ചബ്ബിയായി കഴിഞ്ഞപ്പോൾ ഞാൻ ഹെയറും കൂടെ ഭയങ്കരമായിട്ട് ബ്രൗണായി, ലൈക്ക് ഭയങ്കര ഹെയ്സൽ ബ്രൗണായി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡായിരുന്നു. ഹെയ്സൽ ബ്രൗൺ ഭയങ്കര കൊതിച്ച് ചെയ്തതാണേ. പക്ഷേ ടേൺസ് ഔട്ട് എനിക്ക് ഭയങ്കര ഏജ് തോന്നുന്നു. ലൈക്ക് ഭയങ്കര എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ടു ബ്ലീച്ച്ഡ് ആയ പോലെ, ഒരു നിയർ ടു വൈറ്റിഷ് ആയ പോലെയൊക്കെ തോന്നി. ഞാൻ എന്നെ തന്നെ ഒരു 49 വയസ്സിൽ ഞാൻ എങ്ങനെ ഉണ്ടാവും? അത്രയും എന്താ പറയുക, ബോറായിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഐ എം ലൈക്ക് റീകളേർഡ് മൈ ഹെയർ ടു ലൈക്ക് ബാക്ക് ടു നോർമൽ. ഏത് കോലത്തിലാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇനി കുളിച്ച് കഴിഞ്ഞിട്ട് തമിഴിൽ നിങ്ങൾ കണ്ടതുപോലെ എനിക്ക് ബേബി സിറ്റ് ചെയ്യാനുണ്ട്. അനുചേച്ചിനെ ഞാൻ എല്ലാവർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അനുചേച്ചി ഈസ് ലൈക്ക് എൻ്റെ ചേച്ചി തന്നെയാണ്, ജർമ്മനിയിലുള്ള. സോ ആൾക്ക് പെട്ടെന്നൊരു ഡ്യൂട്ടി ചെയ്യേണ്ടി വന്നു. ഇറ്റ്സ് ഫ്രം 4 to 8. അപ്പോൾ ഞാനൊരു 5 o'clock ഒക്കെ ആകുമ്പോൾ കൊച്ചിൻ്റെ അടുത്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ആൾ ഇന്നലെ ഒറ്റയ്ക്ക് ഇരുന്നു വീട്ടിൽ, ആൻഡ് ഇന്ന് ആൾ ഒറ്റയ്ക്ക് ഇരിക്കില്ല എന്നാണ് പറയുന്നത്. സോ ഐ തോട്ട് ഒന്ന് പോയിട്ട്, കാരണം എനിക്ക് ആ ഒരു ടൈമിൽ വലിയ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഐ തോട്ട് ഐ വിൽ ഗോ ആൻഡ് ബേബി സിറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ആള് ബേബി ഒന്നുമില്ല, ആൾക്ക് 10 വയസ്സായി. ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കുഞ്ഞായതുകൊണ്ട് നമ്മളിപ്പോഴും ബേബി ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതാണ് ഇന്നത്തെ പരിപാടി. നമുക്ക് നോക്കാം. നല്ല ഓഫർ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം. അവരെ ചീസ് ബോൾസ് പണ്ട് ദിയ കൃഷ്ണ ഉണ്ടാക്കിയത് കണ്ടപ്പോൾ തുടങ്ങി ഭയങ്കര ആഗ്രഹം ചീസ് ബോൾസ് കഴിക്കാൻ. അത് കുഴപ്പമില്ല. ഇതാണ് ചീസ് ബോൾസ്. മൊസാറല ചീസ് ആയിരിക്കും. ഗൈസ്, ഇത് ആക്ച്വലി 11 € ഭയങ്കര ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയത്. കേട്ടോ. ഇവിടെ തന്നെ നിൽക്കുവാണല്ലോ. പേടിച്ചു പോയോ എന്നെ പൊന്നെ? അച്ചോടാ, കുളിച്ചാലോ നമുക്ക്? മഴയാണ്. കുളിച്ചോ? മടിച്ച്. നമുക്ക് ഫുഡ് Schmeckt das? Ja. എന്നിട്ട് എവലോനെ കണ്ടതില്ലേ? അത് കണ്ടോ? കണ്ടിട്ട് എന്ത് തോന്നി? തന്നെ ഇങ്ങനെ വലിയൊരു സ്ക്രീനിൽ കണ്ടപ്പോ എന്താണ് താങ്കൾക്കുണ്ടായ ഒരു? അമ്മയുടെ ഫോണിലുണ്ടേ.
എനിക്കൊന്നും മനസ്സിലാവുള്ളത് ഏത് ഭാഷയെ കുറിച്ച് പറഞ്ഞേ? എവില് തന്നെ കാണിച്ചാ? ഒന്നും മരിക്കില്ല. ശരി. എവില് കുറച്ച് നേരം സ്റ്റെക്കായിരിക്കും. നിങ്ങളുടെ ഫോണിന്റെ പ്രശ്നമല്ല, എവില് ഓൾറെഡി ഇങ്ങനെയാണ്. അതാ പൊട്ടിയത്. എന്നിട്ട് ഇതിങ്ങനെ തുറന്ന് വെക്കണം കേട്ടോ, അതാവുമ്പോ പിന്നെ ഇനിയും പൊട്ടിക്കാലോ. ഓ അങ്ങനെയല്ലേ. മൂടി ഒരാൾ ഇവിടെ കഷ്ടപ്പെടുവാണ്. ഒരു കുഞ്ഞ് ഏതോ ആൾക്കാർ കാണട്ടെ എവിടെ എത്ര അടിപൊളിയായിട്ടാ ചെയ്യണം. എവിടെ നിന്നാണ് ഈ ഒരു പിന്നുന്ന ഈ ഒരു ഇത് പഠിച്ചത്? ഇതാരും എവിടെയാണ് പഠിപ്പിച്ചത്? എവിടെ യൂട്യൂബിൽ കണ്ടു പഠിച്ചതാണോ അതോ ക്ലോക്കോ? എന്നാ പറ്റിയത് ചോദിച്ചപ്പോ എന്താ ഒന്നോട് പറഞ്ഞേ? ഗായ്സ് അനുചേച്ചി വന്നു. ഗായ്സ് പൊഞ്ചേച്ചി പോരുതെന്ന് കേട്ടോടി, സ്നേഹം കേട്ടോടി. ഗായ്സ് ബേബി സിറ്റിംഗ് കഴിഞ്ഞു. ഗായ്സ് കുട്ടീനെ മുടി കാണിച്ചു വെച്ചിരിക്കുന്നു. ഞങ്ങൾ ഏകദേശം ഇത്രയാക്കി, ഇത്രയും ഞങ്ങൾ ഫില്ല് ചെയ്തു. ഡൺ ഫോർ ദ ഡേ. അങ്ങനെ നമ്മൾ യുലുവിനെ ബേബി സിറ്റ് ചെയ്തു സക്സസ്ഫുള്ളി. നിങ്ങൾക്ക് എന്നെ കാണുന്നില്ല എന്നറിയാം. യാ, അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് അവർ മിഷൻ ഓഫ് മുത്തുകോർക്കലി. അങ്ങനെ വൃത്തിക്ക് പോയതാണ് ഗൈസ്. ഞാൻ ഇന്നലെ ലൈക്ക് ബേബി സിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഐ വാസ് തിങ്കിങ് ലൈക്ക് വീട്ടിൽ ലൈക്ക് എൻ്റെ വീട്ടിൽ ഹാളിൽ ലൈക്ക് ദർസ് എ ലോഡ് ഓഫ് തിങ്സ് ആൻഡ് എനിക്ക് ഒട്ടും സ്പേസ് കിട്ടാത്ത പോലെ തോന്നി. ഒരു ഗെയിമിംഗ് സ്റ്റേഷൻ സൈഡിൽ ലൈക്ക് എനിക്കത് കാരണം ലൈക്ക് സോഫയും ഒക്കെ കാരണം എനിക്ക് ലൈക്ക് ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് മൂവ് ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നി. സോ അതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സംഭവങ്ങൾ മാറ്റിയത്. അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നമുക്ക് കുറേ സാധനങ്ങൾ ഇങ്ങനെ തിങ്ങി വെക്കുന്നതിലല്ല കാര്യം, അത് വൃത്തിക്ക് സ്ഥലങ്ങൾ മാറ്റി വെക്കുന്നതിലാണ് കാര്യം. ഐ ഹാവ് മൈ മൂവി ഏരിയ റൈറ്റ് നൗ. ലൈക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ ചെയ്തുകൊണ്ട്. അപ്പം നിങ്ങളും ജസ്റ്റ് ഒരു ചേഞ്ച് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ഇത് എന്തൊരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു ചേഞ്ച് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒന്ന് മാറ്റി വെച്ചാൽ നല്ല സുഖം കിട്ടും. ചായ കുടിക്കാൻ പോകണം ഗൈസ്. എൻ്റെ കൂട്ടത്തിൽ